അറിവിന്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകണ്ഠപുരം. ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ അനുഷ്ക PP 90. പ്രിയരെ, ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൽ ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഗണിത സൗന്ദര്യം എന്ന ജിയോമെട്രിക്കൽ ചാർട്ട് പ്രദർശനം നടക്കുകയാണ്. സ്കൂളിലെ ഗണിത വിഭാഗം അധ്യാപകർ സംഘടിപ്പിക്കുന്ന ഈ പ്രദർശനത്തിന് ഗണിത അധ്യാപകൻ രവീന്ദ്രനാഥൻ സാർ നേതൃത്വം നൽകുന്നു. ഈ ജിയോമെട്രിക്കൽ ചാർട്ട് പ്രദർശനത്തെക്കുറിച്ച് രവി സാറിന്റെ വാക്കുകൾ. പ്രിയരെ, 16/8/2024 വെള്ളിയാഴ്ച നമ്മുടെ സ്കൂൾ പുതിയൊരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ്. സ്കൂളിലെ ഭൂരിഭാഗം കുട്ടികളും സ്വയം വരച്ച് തയ്യാറാക്കിയ ഗണിതശാസ്ത്രം ജിയോമെട്രിക്കൽ ചാർട്ടുകളുടെ പ്രദർശനം നടക്കും. വലിയ ലക്ഷ്യം മുൻനിർത്തിയാണ് ഇങ്ങനെയൊരു പ്രവർത്തനം നമ്മുടെ സ്കൂളിൽ നടക്കുന്നത്. നമുക്കറിയാം, ഈ കാലഘട്ടം വളർന്നു വരുന്ന പ്രായത്തിൽ വെർച്വൽ ലോകം, മൊബൈൽ, ടെലിവിഷൻ, കമ്പ്യൂട്ടർ തുടങ്ങിയവയുടെ അമിത ഉപയോഗം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ദോഷവശങ്ങൾ നിരവധിയാണ്. ചിന്താ പ്രക്രിയ മന്ദീഭവിക്കുന്നു, അറിവ് നിർമ്മാണം മായക്കാഴ്ചകളിലേക്ക് വഴിമാറുന്നു, അലസത ഒപ്പം വളരുന്നു, യുക്തിചിന്ത, ക്രിയാത്മകമായ ചിന്ത ഇവ ഇല്ലാതെയാകുന്നു, ശ്രദ്ധാശേഷി കുറയുന്നു. 3 വയസ്സിൽ തലച്ചോറിന്റെ 80% വികാസം പൂർത്തിയാകും. ശ്രദ്ധയും ഏകാഗ്രതയും രൂപപ്പെടേണ്ട പ്രായം. ഇതിനെ സഹായിക്കുന്ന അറ്റൻഷണൽ ന്യൂറോണൽ സർക്യൂട്ട് രൂപീകരണം മൊബൈൽ അമിത ഉപയോഗം മൂലം തടസ്സപ്പെടുന്നു. കളറിങ്, ചിത്രം വരച്ച് നിറങ്ങൾ നൽകൽ തുടങ്ങിയ ആക്ടിവിറ്റികൾ ഇത്തരത്തിലുള്ള സർക്യൂട്ടിന്റെ രൂപീകരണത്തെ സഹായിക്കുമ്പോൾ മൊബൈൽ ഫോൺ ദോഷകരമായി ബാധിക്കും. മുതിർന്ന പ്രായക്കാരിലും ഫോണിന്റെ അമിത ഉപയോഗം ശ്രദ്ധാശേഷി കുറക്കും. ഇഷ്ടവിനോദമായി ഇത്തരം പ്രവർത്തനങ്ങൾ മാറുന്നു. മൊബൈലിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും ടെലിവിഷനിലൂടെയും കുഞ്ഞുങ്ങൾ തങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുമ്പോൾ ഇത്തരത്തിലുള്ള ജിയോമെട്രിക്കൽ ചാർട്ടിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ യുക്തിചിന്ത വളർത്തുന്നതോടൊപ്പം തന്നെ ഗണിത പ്രക്രിയയിലും അവർക്ക് കൂടുതൽ തിളങ്ങാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള മഹത്തായ ലക്ഷ്യം മുൻനിർത്തിയാണ് നമ്മുടെ വിദ്യാലയം ഇതുപോലൊരു പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കുട്ടികൾ ഒരുക്കുന്നത്. കൃത്യത, സൂക്ഷ്മത, ഭംഗി തുടങ്ങിയ കാര്യങ്ങളിലൂടെ ഗണിത സൗന്ദര്യം, ഗണിത ആസ്വാദനം, ചിന്തകളുടെ ഗണിതവൽക്കരണം ഇവ സാധ്യമാകും. കുട്ടികളെ കൂടുതൽ കരുത്തരും ക്രിയാത്മക ചിന്തകളുടെ പ്രശ്ന പരിഹരണത്തിന് പ്രാപ്തരുമാക്കുന്നു. നമ്മുടെ മക്കളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റവും മഹത്തരമാകട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദ സംയോജനം നിർവഹണം രാജീവ് MK. കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.